ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ബാനർ നശിപ്പിച്ച സംഭവത്തിൽ പിടിയിലായ പ്രതി കോൺഗ്രസ് പ്രവർത്തകനെന്ന് H. സലാം MLA. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായാണ് ബാനർ നശിപ്പിച്ചതെന്നും H. സലാം ആരോപിച്ചു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂറിന്റെ അടുത്തയാളാണ് പ്രതി നിഹാർ എന്നും H. സലാം പറഞ്ഞു. ആലപ്പുഴ വട്ടപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥിയുടെ ബോർഡ് കീറി. പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. CCTV എല്ലാം പരിശോധിച്ച് കണ്ടെത്തിയപ്പോഴാണ് നിഹാർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു ക്രിമിനൽ സ്വഭാവം കൂടിയുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ് അത് കീറിയത്. ഷുക്കൂറിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഈ പറയപ്പെട്ട നിഹാർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ. ഇത് കാണിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പരിഭ്രാന്തി പിടിച്ച UDF ഏത് പണിയും ചെയ്യും എന്നുള്ളതാണ്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഈ സലാം പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? വേണുഗോപാലകൃഷ്ണൻ, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് KC വേണുഗോപാലിൻ്റെ ഫ്ലക്സുകളും ബാനറുകളും നശിപ്പിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഇത് സംബന്ധിച്ചാണ് നിലവിൽ UDF LDFിൻ്റെ യുദ്ധം മുറുകുന്നത്. നിലവിൽ ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കേസ് അന്വേഷിച്ച പോലീസ് ഇന്നലെ പ്രതി നിഹാർ, വട്ടപ്പള്ളി സ്വദേശിയായിട്ടുള്ള സക്കറിയാവസറ സ്വദേശിയായിട്ടുള്ള നിഹാറിനെ പിടികൂടിയിട്ടുണ്ട്. ഇയാൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലം പ്രത്യക്ഷത്തിലുണ്ടോ, നിലവിൽ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ UDFും LDFും ഇയാൾ, ഒരു കൂട്ടർ പറയുന്നു ഇയാൾ CPIM പ്രവർത്തകരാണെന്ന്, മറ്റൊരു കൂട്ടർ അതായത് H. സലാം അടക്കമുള്ള CPM നേതാക്കൾ ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു ബാനറുകൾ നശിപ്പിക്കപ്പെട്ട സംഭവത്തിലാണ് നിലവിൽ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും ഗുരുതരമായ ആരോപണം നിലവിൽ H. സലാം ഉന്നയിക്കുന്നത് ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതല കൂടിയുള്ള KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂറും ഒപ്പം തന്നെ ബാബു പ്രസാദ്, DCC അധ്യക്ഷൻ ബാബു പ്രസാദും നേതൃത്വം നൽകി ഇയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു എന്നാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ LDFിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള H. സലാം ആരോപിക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണെന്നും അടക്കമുള്ള ആരോപണങ്ങൾ. പക്ഷേ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചത് ഈ രീതിയിൽ നഗരത്തിലെ പലയിടങ്ങളിലും സക്കറിയ ബസാർ, കുന്നുംപുറം, വട്ടപ്പള്ളി, ആലുശ്ശേരി തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി KC വേണുഗോപാലിൻ്റെ പോസ്റ്ററുകളും ബാനറുകളും നശിപ്പിച്ചതിൻ്റെ പിന്നിൽ CPIM പ്രവർത്തകരാണ് അമ്പലപ്പുഴ MLA H. സലാം എന്നായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ഇത് നശിപ്പിക്കപ്പെട്ട നിലയിൽ കാണുന്നതിന് തൊട്ട് തലേന്നായിരുന്നു അമ്പലപ്പുഴയിൽ വളഞ്ഞവഴി കടപ്പുറത്ത് UDF പ്രവർത്തകർ നടത്തിയ തെരുവ് നാടകത്തിൽ CPIM പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയത്. അത് VS അച്യുതാനന്ദൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അവഹേളിക്കുന്ന ഒരു നാടകമായിരുന്നു എന്ന പേരിലായിരുന്നു അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു CPIM നേതാക്കൾ അവിടെ എത്തി ആ നാടകം അലങ്കോലപ്പെടുത്തിയത്. ആ ഒരു സംഭവത്തിൽ 10 പേർക്കെതിരെ, അതായത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം 10 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ഒരു സംഭവത്തിൽ നിലവിൽ പ്രത്യാരോപണങ്ങൾ മുറുകുകയാണ്. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.